വ്യക്തിപരമായി തീരുമാനിച്ചു. കാരണം ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. മരുതൻകുഴിയിൽ ഒരു സൗകര്യമായിട്ടുള്ളൊരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. VK പ്രശാന്ത് MLA എത്ര കുലീനൻ! വളരെ മാന്യമായി മരുതൻകുഴിയിൽ മറ്റൊരു ഓഫീസ് കണ്ടെത്തി. കോർപ്പറേഷൻ കെട്ടിടം ആർക്കാണോ അവകാശപ്പെട്ടത്, കൗൺസിലർമാർക്ക് ഇരിക്കാൻ വേണ്ടിയാണ് കോർപ്പറേഷൻ കെട്ടിടം ഉണ്ടാക്കിയത്, അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വിവാദങ്ങൾ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം മാറുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് ഈ വിവാദം ഉണ്ടാക്കിയത്? ചുമ്മാ ഒരു ദിവസം BJP ജയിച്ചങ്ങ് വന്നപ്പോൾ ഉണ്ടായ വിവാദമാണോ ഇത്? പേഴ്സണലായിട്ട് തനിക്കിരിക്കാൻ സ്വല്പം സ്ഥലം ഒരുക്കി തരാമോ എന്നൊരു BJP കൗൺസിലർ ചോദിച്ചപ്പോൾ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ച് പട്ടിഷോ കാണിച്ചതാരാണ്? ഇപ്പോതാ തോറ്റ് നാണം കെട്ട് മറ്റൊരു ഓഫീസിലേക്ക് മാറുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇളിച്ച ചിരിയുമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നതും ആരാണ്? അപ്പൊ നമുക്ക് VK പ്രശാന്ത് MLA ആ വിവാദ പ്രസ്താവനയെ കുറിച്ച്, പിന്നെ ഇദ്ദേഹം ഈ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന മെഴുകലിനെ കുറിച്ചുള്ള മറുപടികളും കൊടുക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു പനി വന്നിട്ട് 15 ദിവസം എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. ഞാൻ സത്യത്തിൽ കിടപ്പിലായിപ്പോയി. പനി സത്യം പറഞ്ഞ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് കുറച്ചധികം നാളിലേക്ക് നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും വൈറൽ പനിയാണ്. അപ്പൊ നിങ്ങൾക്കും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞുള്ള ചുമ, ശ്വാസമുട്ടൽ, എന്റെ ശബ്ദമൊക്കെ പോയി. അപ്പൊ എനിക്ക് ഒരാഴ്ച വോയിസ് റെസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും ശബ്ദമൊന്നും ക്ലിയർ ആയിട്ടില്ല. ശ്വാസമുട്ടൽ നന്നായിട്ട് മാറി. അപ്പോൾ പുറത്ത് പോകുമ്പോൾ നിങ്ങളും മാസ്കും കാര്യങ്ങളും സാനിറ്റൈസറും ഒക്കെ യൂസ് ചെയ്യുക. കാരണം വലിയ ഗുരുതരമായ ഒരു അസുഖമാണ് വരുന്നത്. പക്ഷേ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യുക വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഇല്ല. യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുമാനം റിപ്പോർട്ട് അടിച്ച് എന്റെ കുറച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന സംഭാവനകളിൽ നിന്നാണ് ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എനിക്ക് വേറെ ഒരു വരുമാനവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്കത് വലിയ ഉപകാരമായിരിക്കും. കാരണം ഞാൻ കുറേ നാൾ ഡ്രൈ ആയിട്ട് നിന്നിട്ട് മാസം ആദ്യം കൂടി ആയതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ് പിടിച്ചു നിൽക്കാനായിട്ട്. കുറച്ചധികം വീഡിയോസ് ഇനി ചെയ്യാൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കൂടെ നിൽക്കാം. നമുക്ക് ഇദ്ദേഹം പറഞ്ഞ ആ വിവാദങ്ങൾ എന്തൊക്കെയാണ്, അപവാദം പ്രചരിപ്പിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അത് ഇദ്ദേഹം തന്നെ പറയുന്നത് ഒന്ന് കേൾക്കാം. നമ്മളെ സംബന്ധിച്ച് നിയമാനുസരണമാണ് അവിടെ ഇരുന്നത്. നിയമാനുസൃതമായിട്ടാണ് നമ്മൾ അവിടെ ഇരുന്നിരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണ് നിയമാനുസൃതമായിട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ? 100 സ്ക്വയർ ഫീറ്റിന് 872 രൂപ മാസ വാടകയ്ക്കാണ് വട്ടിയൂർക്കാവ് പോലൊരു സ്ഥലത്ത് അദ്ദേഹം ഇത്രയും നാളും 7 വർഷം MLA ഓഫീസ് പ്രവർത്തിപ്പിച്ചിരുന്നത്. എന്നാൽ 100 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണോ ഇദ്ദേഹം ഒക്യുപ്പൈ ചെയ്തിരുന്നത്? അല്ല. ഏകദേശം 350 സ്ക്വയർ ഫീറ്റിന് മേളിലുള്ള സ്ഥലം അദ്ദേഹം കൈയടക്കി വെച്ചിരുന്നു. ആ ഓഫീസിന്റെ ലൈവ് ആയിട്ടുള്ള വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. അതിനകത്ത് ഒരു MLA ഓഫീസ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് തന്നെ പാർട്ടീഷൻ ചെയ്തിട്ട് ആ MLA ഓഫീസിൽ AC അടക്കമുണ്ട്. സെപ്പറേറ്റ് ഒരു ബാത്റൂം ഉണ്ട്. അതുകൂടാതെ പുറത്ത് പേഴ്സണൽ സ്റ്റാഫിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ആൾക്കാർക്ക് വന്ന് സംസാരിക്കാനുള്ള ഏരിയ ഉണ്ട്. കൗൺസിലർക്ക് ഒരു ചെറിയ ഭാഗവും ഒരു ബാത്റൂമാണ്. ബാത്റൂമിന്റെ ഉള്ളിലാണ് ഫയൽസ് അടക്കം കൗൺസിലറെ വെച്ചിരുന്നത്. ഈ കാഴ്ച നമ്മൾ കണ്ടതാണ്. അനധികൃതമായി അനുവദിച്ചിരിക്കുന്നതിലും കൂടുതൽ വാടക കരാറിൽ നിന്ന് തന്നെ ലംഘിച്ച് കൈയടക്കി വെച്ചിരുന്ന വ്യക്തിയാണ് പറയുന്നത് നിയമാനുസൃതമാണ് അവിടെ ഇരുന്നിരുന്നതെന്ന്. ഇനി വേറൊരു കാര്യം നോക്കുക. ഈ കോർപ്പറേഷൻ കെട്ടിടം ആർക്ക് ഉപയോഗിക്കാനുള്ളതാണ്? VK പ്രശാന്ത് തന്നെ മേയർ ആയിരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി, ആർക്ക് വേണ്ടി? കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പണിത കെട്ടിടമാണത്. അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൗൺസിലർമാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പണിതതാണ്. ഇദ്ദേഹം അവിടെ നിന്നും MLA ആയി. അപ്പോഴും ഇവിടെ നിന്നും പുറത്തിറങ്ങി പോകാതെ ആ സ്വാധീനം വെച്ച് അവിടെ തന്നെ ഒരു MLA ഓഫീസും സെറ്റപ്പ് ആക്കി 7 വർഷം ഒരു പരാത ജീവിയായിട്ട് കടന്നുകൂടിയായിരുന്നു സത്യത്തിൽ. 872 രൂപ വാടകയ്ക്ക് വട്ടിയൂർക്കാവിൽ ഏതെങ്കിലും ഒരു സ്ഥലം, ഈ പറയുന്ന 350 സ്ക്വയർ ഫീറ്റ് ഒന്നും വേണ്ട, പോട്ടെ 100 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്കൊന്ന് കണ്ടെത്തി തരാൻ പറ്റുമോ? ആ സ്ഥലത്തിന്റെ മാർക്കറ്റ് റേറ്റ് എന്താണ്? കോർപ്പറേഷന് എത്ര രൂപയുടെ നഷ്ടമാണ് 7 വർഷം കൊണ്ട് നിയമാനുസൃതമായിട്ട് ഈ സാർ ഉണ്ടാക്കി തന്നിരിക്കുന്നത്? MLA ഹോസ്റ്റലിൽ 2 മുറി ഓൾറെഡി ഇയാൾക്ക് അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ വിവിധ ചെലവുകൾക്കുള്ള അലവൻസും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നുണയാന്നാ പറയുന്നത്. അതൊന്ന് കേട്ട് നോക്കൂ. വാടക സംബന്ധിച്ച് പോലും വലിയ കുപ്രചരണം അഴിച്ചു വിട്ടു. 25,000 രൂപ എഴുതി വാങ്ങി ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത നിലയിലുള്ള കുപ്രചരണം അഴിച്ചു വിട്ടു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അലവൻസ് ഇല്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനം ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു അലവൻസ് ഇല്ല. അങ്ങനെ ഒരു അലവൻസ് ഇല്ലേ? സത്യമായിട്ടും ഇല്ലേ? എങ്ങനെ നിങ്ങൾക്ക് ഇത്ര നുണ പറയാൻ കഴിയുന്നേ? നിങ്ങൾ ഇപ്പോ ഗൂഗിളിൽ ചെന്നിട്ട് AI മോഡ് അതെടുത്താൽ മതി. ChatGPT-നോട് ചോദിക്കുക MLA-ക്ക് എന്തുമാത്രം അലവൻസുകൾ ഉണ്ടെന്ന്. 25,000 രൂപ അലവൻസ് താങ്കൾക്കുണ്ട്. താങ്കളടക്കമുള്ള എല്ലാ നിയമസഭാ MLA-മാർക്കും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? അത് റെന്റ് എന്നും പറഞ്ഞിട്ടല്ല അത് കയ്യിൽ തരുന്നത്. അങ്ങനൊന്നും ആരും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ബൈ മിസ്റ്റേക്ക് ആണ്.
സത്യത്തിൽ നിങ്ങൾക്ക് അത് തരുന്നത് ഓഫീസ് ചിലവുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളമാകട്ടെ, പെൻഷൻ ആകട്ടെ, അതെല്ലാം ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. നിങ്ങളെ പോക്കറ്റിൽ നിന്ന്, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ടല്ല കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓഫീസ് കാര്യമായിട്ടുണ്ടാകുന്ന എല്ലാ ചെലവുകൾക്കും വേണ്ടിയിട്ട് 25,000 രൂപ തരുന്നത്. നിങ്ങൾക്ക് യാത്രാ ഭത്ത വേറെ തരുന്നുണ്ട്, അത് കൂടാണ്ട് കാറുണ്ട്. അപ്പൊ ഇതിലൊന്നും പെടാത്ത ഒരു പൈസയാണല്ലോ 25,000. എന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, അങ്ങനെ ഒരു അലവൻസ് ഇല്ല, ഇത്ര ഉളുപ്പില്ലാതെ നോണ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഇത് AKG സെന്ററിൽ തന്ന ട്രെയിനിങ് ആണോ സഖാവേ? അങ്ങനെ ഒരു അലവൻസ് ഇല്ല. എല്ലാ MLA മാർക്കും കിട്ടുന്നത് പോലെ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. എല്ലാ MLA മാർക്കും കിട്ടുന്നത് പോലെ എല്ലാ MLA മാർക്കും 25,000 രൂപ അലവൻസ് ഉണ്ട്. VK പ്രശാന്തിന് അത് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പൊ പറയണം. താങ്കൾക്കും കിട്ടുന്നുണ്ട്. കുറെ പേര് എടുത്തോണ്ട് വന്ന് പറഞ്ഞു, രാജഗോപാല്, BJPയുടെ രാജഗോപാൽ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹം സ്വന്തം വീട്ടിലാണ് ഓഫീസ് പ്രവർത്തിപ്പിച്ചിരുന്നത്. ഈ 25,000 വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചില്ലല്ലോ എന്ന്. നിങ്ങൾ ഈ 25,000 വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നല്ല ചോദിക്കുന്നത്. VK പ്രശാന്തിനോടും അതല്ല ചോദിക്കുന്നത്. 25,000 രൂപ സർക്കാരിൽ നിന്നും ഓഫീസ് ചിലവുകൾക്ക് വേണ്ടി കൈപ്പറ്റിയിട്ട് കോർപ്പറേഷൻ അനുവദിച്ചിരിക്കുന്ന അവർക്ക് അവകാശപ്പെട്ട ഒരു സ്ഥലത്ത് തുച്ഛമായ 872 രൂപയും കൊടുത്ത് 7 വർഷമായി കെട്ടിക്കേറി കിടക്കുന്നത് നീതികേടല്ലേന്നാ ചോദിച്ചത്. കോർപ്പറേഷൻ വേറെ ആർക്കെങ്കിലും ഈ പറയുന്ന അർഹതപ്പെട്ട ഒരു റേറ്റിന് കൊടുക്കുവാണെങ്കിൽ അത് കോർപ്പറേഷന് ലാഭമല്ലേ? അപ്പൊ കോർപ്പറേഷൻ നഷ്ടമല്ലേ ഇദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹത്തിന് 25,000 രൂപയിൽ ഏതെങ്കിലും ഒരു ക്യാഷ് എടുത്ത് ഇദ്ദേഹത്തിന് വേറൊരു കെട്ടിടത്തിലേക്ക് മാറാലോ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പ്രവർത്തിക്കാമല്ലോ. ഈ 25,000 നിങ്ങൾ ലാഭിക്കുന്നോ ലാഭിക്കാതിരിക്കുന്നോ അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇതും മേടിച്ചിട്ട് ഇപ്പുറത്ത് തുരക്കുന്നതിനെയാണ് ചോദിക്കുന്നത്. എന്ത് തുരപ്പാണത്? ആ തുരപ്പൻ പരിപാടി വേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ മുൻമേയർ എന്ന നിലയ്ക്കാണ് ഒരു കുറഞ്ഞ വാടകയെങ്കിലും നിശ്ചയിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ട് അവരത് ചെയ്തത്. അപ്പൊ അതിനെ പോലും മഹാ അപരാധമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അയ്യോ, മഹാ അപരാധമേ അല്ല. മുൻമേയർ എന്ന നിലയ്ക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് ഇത്രയും നാളും അർഹതപ്പെടാത്ത ഒരു സ്ഥലത്ത് താങ്കൾ കയ്യേറിയിരിക്കുമായിരുന്നു. അത് അപരാധമല്ല, അത് അപരാധമായിട്ട് താങ്കൾക്ക് തോന്നുന്നില്ല? CPMന്റെ പ്രതിനിധികൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഒരു ലോക്കൽ സെക്രട്ടറിക്ക് പോലും ഒരു അഹങ്കാരം, ഒരു പവർ, അവരുടെ സ്വാധീനം വെച്ച് എന്തും ചെയ്യാൻ അവർക്ക് ഇവിടെ സാധിക്കും. ആ രീതിയിൽ തന്നെയാണ് ആ പാർട്ടി കേരളത്തിൽ ഇന്ന് വരെയും നിലനിന്നു പോകുന്നത്. 45 വർഷമായി കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു നഗരസഭയിൽ ഒരു മുൻ മേയർ എന്ന സ്വാധീനത്തിന്റെ പേരിൽ ഒരു കൗൺസിലർക്ക് അവകാശപ്പെട്ട സ്ഥലം പോലും 7 വർഷം 872 രൂപ വാടകയ്ക്ക് കൈയടക്കി വെച്ചത് അപരാധമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ വാടക പോലും മര്യാദയ്ക്ക് കൊടുത്തിട്ടില്ല. ശ്രീലേഖ മാഡം ഈ വിഷയം പറഞ്ഞപ്പോഴാണ് വാടക കുടിശ്ശിക ഉണ്ടായിരുന്നത് അടച്ചു തീർത്തത്. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് മാർച്ച് വരെ ഞാൻ വാടക അടച്ചിട്ടുണ്ടെന്ന്. നിങ്ങളുടെ സ്ഥലമല്ല അത്, മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞ 100 സ്ക്വയർ ഫീറ്റും അല്ല നിങ്ങൾ ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾ അതിലും കൂടുതൽ കയ്യേറി നിങ്ങളുടേതാണെന്ന രീതിയിൽ നിങ്ങളുടെ സ്വാധീനം വെച്ച് നോക്കൂ. ജനാധിപത്യത്തിൽ പാർട്ടി സ്വാധീനം അപരാധമാണ്. ജനാധിപത്യം എന്നാൽ ജനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അവരുടെ അവകാശങ്ങൾ ലഭ്യമാവുന്ന ഇടമാണ്. ഒരാൾക്ക് സ്വാധീനം ഉണ്ട്, ഒരാൾക്ക് സ്വാധീനമില്ല എന്ന് വരുമ്പോൾ സ്വാധീനമില്ലാത്തവൻ തടയപ്പെടുകയല്ലേ? അത് അപരാധമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? ഏത് ജനാധിപത്യത്തെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇപ്പോൾ ആ വിവാദം തുടരേണ്ടതില്ല. മരുതൻകുഴിയിലെ ഓഫീസ് പ്രവർത്തന ഉദ്ഘാടനം ഞങ്ങൾ അറിയിക്കും. അപ്പൊ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇത് നേരത്തെ ആവാറുന്നല്ലോ, സൗകര്യപ്രദമായ സ്ഥലം. കോർപ്പറേഷനെ ഉപദ്രവിക്കാതെ കോർപ്പറേഷനിൽ നിന്നൊക്കെ മാറി നിയമസഭയിലേക്ക് പോയി MLAക്ക് ചെയ്യാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നിടം തുറന്നുകൊണ്ട്, നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്. മുൻപ് അവിടെ മേയർ ആയിരുന്നത് ആര്യ രാജേന്ദ്രനായിരുന്നു. അവര് ചോദിക്കാൻ പോകുന്നു. CPMന്റെ പ്രബലനായ ഒരു നേതാവ് അട്ടയെ പോലെ ഇവിടെ കിടക്കാൻ ഒന്ന് മാറാവോന്ന് അവര് പറയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും ജനങ്ങൾക്ക് പരാതി പറയാൻ പോലും ഉള്ള ഇതില്ല. പരാതി പറയണമെങ്കിൽ അവിടെ ഒരു സഖാവിനെ വിളിച്ചുകൊണ്ട് പോകണം, എന്നാലേ അവിടെ അത് കേൾക്കൂ. VV രാജേഷ് ഒരു ഫോണിൻ പ്രോഗ്രാം നടത്തിയപ്പോൾ എത്ര കോളാ വന്നതെന്ന് അറിയാമോ? ഈ 45 വർഷമായിട്ട് ഈ പറയുന്ന എത്ര മനുഷ്യരെ നിങ്ങൾ കേട്ടു എന്ന് നിങ്ങൾ പറ. CPM ഒന്ന് പറ. ഇപ്പൊ മരുതൻകുഴിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ത് സഭ്യമായിട്ടാ, എന്ത് മാന്യമായിട്ടാ ഇദ്ദേഹം ഇപ്പൊ സംസാരിക്കുന്നത് നോക്ക്. ഇതൊന്നും ആയിരുന്നില്ല അന്ന് ആ ഫസ്റ്റ് ഡേ ടോക്ക്. അതൊന്നും കണ്ടിട്ടോ മര്യാദകളല്ലേ അവർ കാണിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞും പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. കണ്ടോ, എന്ത് സംഭവിച്ചാലും ഇദ്ദേഹം വിചാരിച്ചത് സത്യത്തിൽ BJP തന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതീതി സൃഷ്ടിച്ചാൽ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഒക്കെ സപ്പോർട്ട് ഇദ്ദേഹത്തിന് വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJPക്ക് അതൊരു കുറവായി സംഭവിക്കും. ഇപ്പൊ തിരുവനന്തപുരത്ത് BJP വിജയിച്ച് നിൽക്കുവാണല്ലോ, കയ്യിൽ നിന്ന് പോയി 45 വർഷത്തെ ഭരണം. അതൊരു വലിയ കുറവാണ്. ആ കുറവിനെ നികത്താൻ ഒരു കളി കളിച്ച് നോക്കിയതാ. പക്ഷേ സ്വന്തം ആസനത്തിൽ ചുണ്ണാമ്പ് തേക്കുന്ന പരിപാടിയായിപ്പോയി. കാരണം BJPയുടെ കുറ്റം നാട്ടുകാരെ കാണിക്കാൻ വന്നിട്ട് CPMന്റെ കുറ്റം മൊത്തം നാട്ടുകാർ അറിഞ്ഞു എന്നുള്ളതാണ്. 45 വർഷമായിട്ട് ഇവരെന്തെല്ലാം അഴിമതികൾ അവിടെ ചെയ്യുന്നു, എത്ര കെട്ടിടങ്ങൾ ഇതുപോലെ കൈയടക്കി വെച്ചിരിക്കുന്നു. കൗൺസിലർമാർ, ഇത് BJPയുടെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ, മറ്റുള്ള പാർട്ടികളിലെ ആൾക്കാർ ഒരു സ്ഥാനം നേടി, ജനങ്ങളൊരു സ്ഥാനം കൊടുത്ത് അവിടെ വരുമ്പോൾ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത്, കക്കൂസ് കാണിച്ച് വേണേൽ അവിടെ ഇരുന്നോ എന്ന് പറയുന്ന രീതിയാണ്. ഇവരിപ്പോഴും 2025 പൊളിറ്റിക്സിലേക്ക് വന്നിട്ടില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ഈ തോൽവിയാണ് വെട്ടിയും പക്കോണം എടുത്ത് ഇപ്പം മരുതൻകുഴിയിലേക്ക് പോകാനായിട്ട് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അല്ല, ഈ മാധ്യമ പ്രവർത്തകരോട് ഞാനൊരു ചോദ്യം ചോദിക്കുക. ഇപ്പം മുമ്പിൽ നിൽക്കുന്നത് സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ശ്രീരേഖ IPS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോലും കൊണ്ട് കുത്തി 10 ചോദ്യം നിങ്ങൾ ചോദിക്കുമല്ലോ. എന്താ ഈ CPMന്റെ നേതാക്കന്മാരോട് ചോദിക്കാൻ നിങ്ങൾക്ക് നാക്കില്ലേ?
അങ്ങനെ ഒരു അലവൻസ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു അലവൻസ് ഇല്ലേ? 25,000 രൂപ ഓഫീസ് അലവൻസിന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് നാക്കില്ലേ? നിങ്ങളുടെ വായിൽ പഴമാണോ? നിങ്ങൾക്ക് BJP-യോട് മാത്രമുള്ള വ്യക്തി വൈരാഗ്യം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ കാണാത്തത്. നിങ്ങൾ നുണ മാത്രം പ്രചരിപ്പിക്കുന്നവരാണ്. എന്തൊക്കെയാണോ ധർമ്മിഷ്ഠമായതുള്ളത്, അതുപോലെ തന്നെ എന്താണോ നീതി, എന്താണോ നിയമപരമായിട്ട് ശരി, അതൊന്നുമല്ല നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രൊജക്ട് ചെയ്യുന്നത്. നിങ്ങൾ മറ്റെന്തൊക്കെയോ ആണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരായ പൗരന്മാരെ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നിങ്ങൾക്കാണുള്ളത്. ഇവരെയും കൂടി തിരിച്ചറിയാം ജനങ്ങളെ. VK പ്രശാന്ത് MLA മുട്ടുമടക്കി. കാരണം നീതി ന്യായം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെയും കുത്തകല്ല, ഒരു മനുഷ്യന്റെ ക്യാരക്ടർ അവിടെ കാണുന്നു. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ കണ്ടു. BJP എന്താണെന്ന് നിങ്ങൾ കണ്ടു. ശ്രീലേഖ മാഡം ഓരോ വാക്കും വിശദീകരിച്ച് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാനില്ല. നോക്കൂ, രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്തവരെ, ജനങ്ങളെ സേവിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി രാഷ്ട്രീയത്തിലേക്ക് വരുന്നവരെ ഇല്ലാതാക്കാനാണ് ഈ മാധ്യമങ്ങൾ നോക്കുന്നത്. ഇവർക്ക് കൈയടിക്കാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായും ശ്രദ്ധിക്കണ്ടേ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.